നമസ്കാരം. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ചതോടെ ഒരു മന്ത്രി സീറ്റ് ഒഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആരാണ് എന്നതാണ് ഇനി ആകാംക്ഷയുയർത്തുന്ന ചോദ്യം. ഒരു പേര് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യുടേതാണ് ആ പേര്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് അടുത്ത 6 മാസത്തിനുള്ളിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഉറപ്പായി. പാലക്കാട് MLA ആയ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ചേലക്കര MLA ആയ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒഴിവിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുക. അവസാന നിമിഷം വരെ ഉദ്യോഗജനകമായ മത്സരം നടന്ന ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വിജയിച്ചതോടെ വർക്കല നിയമസഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പ് ഒഴിവായി. ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയതിന് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് രഹസ്യമായി സമ്മതിക്കുന്ന CPM സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള അവസരമായി തിരഞ്ഞെടുപ്പ് ഫലത്തെ കണ്ടേക്കും. മണ്ഡലത്തിന്റെ ഇടത് സ്വഭാവവും രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവവുമാണ് ഇത്തവണയും ഒരു കനൽത്തരി നിലനിർത്തിയതെന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. രാധാകൃഷ്ണൻ MP ആയ ഒഴിവിൽ മാത്രമല്ല, പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാണ് മന്ത്രിസഭാ പുനഃസംഘടന വേണ്ടതെന്ന ചർച്ച പാർട്ടിയിലും മുന്നണിയിലും സ്വാഭാവികമായും ഉയരാം. സർക്കാരിനെ നയിച്ച 2ാം വട്ടവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് ആവശ്യം തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്കും കഴിയില്ല. പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ് രാജിവെക്കേണ്ടത് എന്നതിനാൽ ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ടി വരും. പട്ടിക വിഭാഗത്തിൽ 16 MLA-മാരുണ്ട്. ഇവരിൽ 14 പേരും ഇടതുമുന്നണിയുടേതാണ്. CPM-ൽ നിന്ന് 9 പേർ. OK കേളു, KM സച്ചിൻ ദേവ്, K ശാന്തകുമാരി, PP സുമോദ്, PV ശ്രീനിജൻ, A രാജ, MS അരുൺകുമാർ, OS അംബിക എന്നിവരിൽ ഒരാൾ രാധാകൃഷ്ണന് പകരം എത്തണം. 2 വനിതാ മന്ത്രിമാരുള്ള സ്ഥിതിക്ക് ഒരു വനിതയെ കൂടി പരിഗണിക്കാൻ ഇടയില്ല. A രാജ തിരഞ്ഞെടുപ്പ് കേസ് നേരിടുന്നുമുണ്ട്. ശ്രീനിജൻ അടുത്ത കാലത്ത് CPM-ൽ എത്തിയ ആളാണ്. SFI മുൻ പ്രസിഡന്റ് എന്നതുകൂടി കണക്കിലെടുത്ത് സച്ചിൻ ദേവിന് നറുക്കു വീണേക്കാം. എന്നാൽ KSRTC ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. മന്ത്രിസഭയിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി വേണമെന്നത് ഭരണഘടനാപരമായ ബാധ്യതയല്ലെങ്കിലും എല്ലാ സർക്കാരുകളിലും പട്ടിക വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി എന്നതിലുപരി മന്ത്രിസഭയിലെ ജനകീയനായ മന്ത്രി എന്ന പ്രതിച്ഛായ കൂടി രാധാകൃഷ്ണനുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പാർട്ടിയിലെ സീനിയർ മന്ത്രിയുമാണ്. അതുകൊണ്ട് തന്നെ പട്ടിക വിഭാഗ പ്രാതിനിധ്യം കൊണ്ട് മാത്രം രാധാകൃഷ്ണന്റെ ഒഴിവ് നികത്താനാകില്ല. പ്രകടനം മോശമായ ചിലരെ ഒഴിവാക്കാനുള്ള ചർച്ചകൾ ഇടയ്ക്ക് നടന്നിരുന്നു. അതിനുള്ള നല്ലൊരു അവസരമായി ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ പാർട്ടി ശ്രമിച്ചേക്കും. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം നേടിയപ്പോൾ അതിന്റെ പേരിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സർക്കാർ തുനിഞ്ഞിരുന്നില്ലെങ്കിലും ഇപ്പോഴത്തേത് തുടർച്ചയായ തിരിച്ചടിയാണ്. പരിചയസമ്പന്നരും ജനകീയരുമായ മന്ത്രിമാരെ ഒഴിവാക്കി മന്ത്രിസഭ രൂപീകരിച്ചത് ഗുണം ചെയ്തില്ലെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. KK ശൈലജയും TP രാമകൃഷ്ണനും പോലെ മുൻ മന്ത്രിമാർ പലരും നിയമസഭയിലുണ്ട്. ഇവരിൽ ആരെയെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകളും ചർച്ചയിൽ വന്നേക്കാം. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.